Dear students, welcome to our second module. The title of the second module is Capital Market. Today we are dealing with the first topic, capital markets, meaning, characteristics and functions. അങ്ങനെ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിന്റെ പേര് വരുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് എന്നാണ്. ക്യാപിറ്റൽ മാർക്കറ്റിൽ വരുന്ന ആദ്യത്തെ ടോപ്പിക്കാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റിന്റെ മീനിങ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫങ്ഷൻസ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. നമ്മൾ ഓൾറെഡി ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയ രീതിയിലൊരു ഡിസ്കഷൻ കഴിഞ്ഞതായിരുന്നു. നമുക്കറിയാം, ഫിനാൻഷ്യൽ മാർക്കറ്റിൽ പ്രധാനമായിട്ടും വരുന്ന രണ്ട് മാർക്കറ്റ്സ് ആണ് ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് മണി മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് ഫോർ ലോങ് ടേം റിക്വയർമെന്റ്, whereas മണി മാർക്കറ്റ് ഈസ് ഫോർ ഷോർട്ട് ടേം റിക്വയർമെന്റ്സ്. അഗെയിൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ വരുന്ന രണ്ട് പ്രധാനപ്പെട്ട സെഗ്മെന്റ്സ് ആണ് primary market and secondary market. We have already discussed that primary market is for new issue of shares and debentures, whereas issued securities are traded in the secondary market. അതുപോലെ ക്യാപിറ്റൽ മാർക്കറ്റിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് പാർട്ടിസിപ്പൻസ് ആണ് ബാങ്ക്, മ്യൂച്വൽ ഫണ്ട്, LIC ആൻഡ് അതേഴ്സ്. ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റിന്റെ പ്രധാനപ്പെട്ട കൺട്രോൾ വരുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത് സെബി ആണ്. അതുപോലെ മണി മാർക്കറ്റിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ് ട്രഷറി ബിൽ, കൊമേഴ്ഷ്യൽ പേപ്പർ, കോൾ മണി, കൊമേഴ്ഷ്യൽ ബിൽ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ്. അതുപോലെ മണി മാർക്കറ്റിന്റെ പ്രധാനപ്പെട്ട പാർട്ടിസിപ്പൻസ് ആണ് RBI, ബാങ്ക്സ്, LIC, ഇൻവെസ്റ്റേഴ്സ് ആൻഡ് അതേഴ്സ്. ദെൻ നമുക്ക് നമ്മളുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഓൾറെഡി ഞാൻ പറഞ്ഞു, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിന്റെ മീനിങ്, ഫങ്ഷൻസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ആദ്യമായിട്ട് നമുക്ക് മീനിങ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. മീനിങ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. Capital market is a major segment of the financial system of a country. Capital markets are financial markets for the buying and selling of long-term debt or long-term securities having a maturity period of more than 1 year. ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെ ഒരു മേജർ സെഗ്മെന്റ് ആണ് ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിൽ നമ്മൾ പ്രധാനമായിട്ടും ഒരു വർഷത്തിൽ കൂടുതൽ മെച്യൂരിറ്റി പീരീഡ് വരുന്ന ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ് ആണ് ട്രേഡ് ചെയ്യുന്നത്. Capital market is the media through which small savings of the society are being channeled into the avenues of productive investment. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റ് എന്നത്. ഒരു വർഷത്തിൽ കൂടുതൽ മെച്യൂരിറ്റി പീരീഡ് വരുന്ന ഫിനാൻഷ്യൽ അസറ്റ്സ് ആണ് നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ സേവിങ്സിനെ ഇൻവെസ്റ്റ്മെന്റ് ആക്കി മാറ്റുന്ന പ്രധാനപ്പെട്ട ഒരു ചാനലായിട്ടാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ഫങ്ഷൻ ചെയ്യുന്നത്. സ്മോൾ സേവിങ്സിനെ, ഇക്കോണമിയിൽ നടക്കുന്ന സ്മോൾ സേവിങ്സിനെ പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ആക്കി മാറ്റുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാനലാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. Then next one is the definition of capital market. According to Calicut, it is not a market for capital goods. Rather, it is a market for raising and advancing money capital for investment purposes. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് Calicut പ്രധാനപ്പെട്ട
ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഡെഫിനേഷനാണ്. അതിൽ അദ്ദേഹം പറയുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗുഡ്സിന്റെ മാർക്കറ്റ് അല്ല. ക്യാപിറ്റൽ ഗുഡ്സ് നമുക്കറിയാം. ക്യാപിറ്റൽ ഗുഡ് ആയിട്ട് നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബിൽഡിംഗ്, മെഷീനറീസ്, അതൊന്നുമല്ല നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്നത്. പിന്നെ എന്താണ് അവിടെ നടക്കുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, സ്മോൾ സേവിങ്സിനെ പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ആക്കി മാറ്റുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിൽ കൂടെയാണ്. സോ റേസിംഗ് ആൻഡ് അഡ്വാൻസിങ് മണി ക്യാപിറ്റൽ ഫോർ ഇൻവെസ്റ്റ്മെന്റ് പേർപ്പസസ്, അതാണ് ക്യാപിറ്റൽ മാർക്കറ്റിൽ നടക്കുന്നത്. സോ ദിസ് ഇസ് നോട്ട് എ മാർക്കറ്റ് ഫോർ ക്യാപിറ്റൽ ഗുഡ്സ്, rather it is a market for raising and advancing money capital for investment purposes. Okay, a capital market are composed of primary and secondary market. ക്യാപിറ്റൽ മാർക്കറ്റിൽ വരുന്ന രണ്ട് പ്രധാനപ്പെട്ട കമ്പോണൻസ് ആണ് പ്രൈമറി മാർക്കറ്റും അതുപോലെ സെക്കൻഡറി മാർക്കറ്റും. Primary market is the marketplace for new debentures, bonds, and other long-term investments. പ്രൈമറി മാർക്കറ്റിൽ നമ്മൾ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്നാണ് പ്രൈമറി മാർക്കറ്റിനെ പറയുന്നത്. ഫ്രഷ് ഇഷ്യൂ ആയിരിക്കും. ഫ്രഷ് ആയിട്ടുള്ള ഡിബഞ്ചേഴ്സ്, ബോൺസ്, അതൊക്കെയാണ് പ്രൈമറി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. Whereas secondary market is the place where issued securities are traded. ഓൾറെഡി ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റീസ് ആയിരിക്കും നമ്മൾ സെക്കൻഡറി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. Next we are going to discuss about the characteristics and functions of capital market. നമ്മൾ ഓൾറെഡി ക്യാപിറ്റൽ മാർക്കറ്റിന്റെ മീനിങ് എന്താണ്, ഡെഫിനിഷൻ എന്താണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫങ്ഷൻസ്. ഫസ്റ്റ് വൺ, ക്യാപിറ്റൽ മാർക്കറ്റ് act as an important link between savers and investors. The savers are lenders of funds while investors are borrowers of funds. The savers who do not spend all their income are called surplus units, whereas the investors or the borrowers are known as deficit units. ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമ്മൾ പറയുന്നതാണ് ലിങ്ക് ബിറ്റ്വീൻ സേവേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. നമുക്കറിയാം, ക്യാപിറ്റൽ മാർക്കറ്റിൽ ഒരു കൂട്ടർ സേവ് ചെയ്യുന്നു, ഒരു കൂട്ടർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ സേവിങ്സിനെ ഇൻവെസ്റ്റ്മെന്റ് ആക്കിയിട്ട് മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രധാന കണ്ണിയായി പ്രവർത്തിക്കുന്നത് നമ്മളുടെ ക്യാപിറ്റൽ മാർക്കറ്റാണ്. ഈ ക്യാപിറ്റൽ മാർക്കറ്റിലാണ് സേവിങ്സിനെ ഇൻവെസ്റ്റ്മെന്റ് ആക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ് നടക്കുന്നത്. സെർവേഴ്സ് എന്ന് പറയുന്നത് ലെൻഡേഴ്സ് ഓഫ് ഫണ്ട്സ് ആണ്. ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ബോറോവേഴ്സ് ഓഫ് ഫണ്ട്സ് ആണ്. സെർവേഴ്സിന്റെ കയ്യിൽ നിന്ന് ഫണ്ട്സ് വാങ്ങിക്കൊണ്ട് വേണം ഇൻവെസ്റ്റേഴ്സിന് ഒരു ഇൻവെസ്റ്റ്മെന്റ് അവിടെ തുടങ്ങാൻ. സെർവേഴ്സിനെ നമുക്ക് സർപ്ലസ് യൂണിറ്റ് ആയിട്ടും ഇൻവെസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ ബോറോവേഴ്സ് അവരെ നമുക്ക് ഡെഫിസിറ്റ് യൂണിറ്റ് ആയിട്ടും കൺസിഡർ ചെയ്യാം. The capital market is the transmission mechanism between surplus unit and deficit unit. It is a conduit through which surplus units lend their surplus one to deficit unit. ക്യാപിറ്റൽ മാർക്കറ്റ് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കോൺട്യൂറ്റ് ആയിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ചാനൽ ആയിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. സർപ്ലസ് യൂണിറ്റിനെയും അതുപോലെ ഡെഫിസിറ്റ് യൂണിറ്റിനെയും ലിങ്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്കുള്ള ഒരു ചാനൽ ആയിട്ടാണ് പലപ്പോഴും നമ്മളുടെ ക്യാപിറ്റൽ മാർക്കറ്റ് ഫങ്ഷൻ ചെയ്യുന്നത്.
Then second characteristics of capital market is nothing but deals in long-term funds. Capital market provides funds for long-term and medium-term. Long-term financial instruments such as stocks, bonds, and debentures are traded in the capital market. It does not deal with channelizing savings for less than 1 year. ഇവിടെ ക്യാപിറ്റൽ മാർക്കറ്റിൽ ലോങ് ടേം ഫണ്ട്സിന്റെ ഡീലിംഗ് മാത്രമാണ് നടക്കുന്നത്. ലോങ് ടേം ഓർ മീഡിയം ടേം ഫണ്ട്സ് മാത്രമാണ് ക്യാപിറ്റൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്നത്. ഒരിക്കലും ലെസ് ദാൻ 1 ഇയർ മെച്യൂരിറ്റി പീരീഡ് വരുന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഒന്നും തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്നില്ല. ലോങ് ടേം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ടുള്ള സ്റ്റോക്ക്, ബോണ്ട്, ഡിബഞ്ചേഴ്സ് എന്നിവയാണ് ക്യാപിറ്റൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്നത്. So, capital market deals in long-term fund. The next important function of capital market is capital formation or productive investment. The capital market provides incentive to savers in the form of interest or dividend to transfer their surplus fund into the deficit unit who will invest it in the different business. The transfer of funds by the surplus unit to the deficit unit leads to capital formation. നമ്മൾ ഓൾറെഡി പറഞ്ഞു, സർപ്ലസ് യൂണിറ്റും ഡെഫിസിറ്റ് യൂണിറ്റും തമ്മിലുള്ള ഒരു ചാനലായിട്ട് പ്രവർത്തിക്കുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് ആണ്. Transfer of funds by the surplus unit to the deficit unit, which will lead to the capital formation in the economy. ഒരു ഇക്കോണമിയിൽ പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് നടക്കണം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഫോർമേഷൻ നടക്കണമെങ്കിൽ അവിടെ സർപ്ലസ് യൂണിറ്റിന് ഫണ്ട്സ് ഡെഫിസിറ്റ് യൂണിറ്റിന് കിട്ടണം. ആ ഫണ്ട് കിട്ടിക്കൊണ്ട് വേണം അവർക്ക് പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ. ആ ഒരു പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റിനെയാണ് നമ്മൾ സിംപ്ലി ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത്. സർപ്ലസ് യൂണിറ്റ് സെർവേഴ്സ് ആയിരിക്കും, ഇക്കോണമിയിലുള്ള സെർവേഴ്സ് ആയിരിക്കും സർപ്ലസ് യൂണിറ്റ്. അവർക്ക് സേവ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു സേവിങ്സിനെ ഇൻവെസ്റ്റ്മെന്റ് ആക്കി മാറ്റാൻ, അല്ലെങ്കിൽ ആ ഒരു ഫണ്ട് ഡെഫിസിറ്റ് യൂണിറ്റിൽ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിവിഡൻഡ് അവരുടെ സേവിങ്സിന് കിട്ടണം. എന്നാൽ മാത്രമേ അവർ ആ ഒരു ഇക്കോണമിയിൽ സേവിങ്സിന് വില്ലിങ് ആവുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും നടക്കുന്നത് പ്രധാനമായിട്ടും ക്യാപിറ്റൽ മാർക്കറ്റ് മുഖേനയാണ്. അതിന്റെ ഭാഗമായിട്ട് ഇക്കോണമിയിൽ ക്യാപിറ്റൽ ഫോർമേഷനും പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റും സാധ്യമാകുന്നു. Then fourth one utilizes intermediaries. Capital market makes use of different intermediaries like brokers, underwriters, depositories, and so on. These intermediaries act as working organs of capital market and are very important element of capital market. Capital market intermediaries are the organizations which help in the transfer or channelizing of funds from those who have surplus funds to those who are in need of it. They act as a middleman in connecting the surplus parties to the deficit ones. ക്യാപിറ്റൽ മാർക്കറ്റിൽ നമുക്ക് ഇന്റർമീഡിയറീസിന്റെ ഇൻഫ്ലുവൻസ് കാണാൻ സാധിക്കും. പ്രധാനപ്പെട്ട ഇന്റർമീഡിയറീസ് ആണ് ബ്രോക്കേഴ്സ്, അണ്ടർറൈറ്റേഴ്സ്. ഇവരൊക്കെയാണ് ക്യാപിറ്റൽ മാർക്കറ്റിലുള്ള പ്രധാനപ്പെട്ട ഇന്റർമീഡിയറീസ്. അവർ പലപ്പോഴും ഒരു മിഡിൽമാന്റെ റോളാണ് ക്യാപിറ്റൽ മാർക്കറ്റിൽ ഏറ്റെടുക്കുന്നത്. സർപ്ലസ് പാർട്ടീസിനെയും അതുപോലെ തന്നെ ഡെഫിസിറ്റ് യൂണിറ്റിനെയും കണക്ട് ചെയ്യുന്നത് ഇന്റർമീഡിയറീസ് ആയിട്ടുള്ള ബ്രോക്കേഴ്സ് മുഖേനയായിരിക്കും. The next point is generating liquidity. We know that liquidity means convertibility into cash. Shares of the public companies are transferable. That is, in case of financial requirements, these shares can be sold in the stock market and the cash can be obtained. And this is how capital market generates liquidity. The next point ആയിട്ട് നമ്മൾ പറയുന്നതാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ജനറേറ്റ്സ് ലിക്വിഡിറ്റി. നമുക്കറിയാം ലിക്വിഡിറ്റി മീൻസ് കൺവേർട്ടബിലിറ്റി ഇൻ ടു ക്യാഷ്.
ഈസി കൺവേർട്ടബിലിറ്റി ഇൻ ടു ക്യാഷിനെയാണ് നമ്മൾ സിംപ്ലി ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി ഉറപ്പു തരുന്നു. നമുക്കറിയാം, നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ഷെയർസ് ഉണ്ടായിരിക്കാം. നമുക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ക്യാപിറ്റൽ മാർക്കറ്റിൽ വിൽക്കണം. ആ ഷെയർ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും വിറ്റുകൊണ്ട് ആ സ്റ്റോക്കിനെ അല്ലെങ്കിൽ ആ ഒരു ഷെയറിനെ നമുക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെയാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇക്കോണമിയിൽ ലിക്വിഡിറ്റി ഉറപ്പുവരുത്തുന്നത്. അതായത് നമ്മളുടെ ക്യാപിറ്റൽ മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിനെ നമുക്ക് നമ്മളുടെ ആവശ്യാനുസരണം വിറ്റുകൊണ്ട് ആ ഷെയർസിനെ, ഇപ്പോൾ ഷെയറിലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഷെയറിനെ ക്യാഷ് ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനുള്ള പോസിബിലിറ്റി ക്യാപിറ്റൽ മാർക്കറ്റിലുണ്ട്. സോ അങ്ങനെയാണ് ലിക്വിഡിറ്റി ക്യാപിറ്റൽ മാർക്കറ്റ് ഉറപ്പുവരുത്തുന്നത്. Then next feature is continuous availability of funds. The capital market ensures sufficient availability of funds in the economy. It continuously provides long-term investment avenues to the investors, and it is a liquid market as buyers and sellers of securities are continuously available here. It always circulates funds among different sectors of the society and thereby ensuring adequate availability of funds. Capital markets adequate availability of funds അല്ലെങ്കിൽ ഒരു continuous availability of funds ഉറപ്പു തരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ലിക്വിഡ് മാർക്കറ്റ് ആയിട്ട് നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റിനെ കൺസിഡർ ചെയ്യാം. ഒരു ഇക്കോണമിയിൽ സഫിഷ്യന്റ് അവൈലബിലിറ്റി ഓഫ് ഫണ്ട്സ് ക്യാപിറ്റൽ മാർക്കറ്റ് മുഖേന പോസിബിൾ ആണ്. ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ ഇൻവെസ്റ്റേഴ്സിന് പോസിബിലിറ്റി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു മാർക്കറ്റാണ് നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റ്. ഫണ്ട്സിന്റെ സർക്കുലേഷൻ, സൊസൈറ്റിയിൽ ഡിഫറെന്റ് സെക്ടേഴ്സ് തമ്മിൽ ഫണ്ട്സിന്റെ സർക്കുലേഷനും ക്യാപിറ്റൽ മാർക്കറ്റ് മുഖേന പോസിബിൾ ആകുന്നു. The next point is minimizes transaction cost and time. The capital market facilitates trading of long-term securities. The entire trading process is conducted electronically through automated systems and programs which speed up the entire process, and it reduces the overall cost and time involved in the whole trading process. ക്യാപിറ്റൽ മാർക്കറ്റിൽ ട്രാൻസാക്ഷൻ കോസ്റ്റും അതുപോലെ തന്നെ ടൈമും നമുക്ക് മിനിമൈസ് ചെയ്യാൻ പോസിബിൾ ആണെന്നാണ് ഈ ഒരു പോയിന്റിൽ നമ്മൾ പറയുന്നത്. പലപ്പോഴും ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ നടക്കുന്ന ട്രേഡിംഗ് പ്രോസസ് ഇലക്ട്രോണിക്കലി ബേസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഓട്ടോമാറ്റഡ് സിസ്റ്റം ബേസ് ചെയ്തുകൊണ്ടാണ് പല ട്രാൻസാക്ഷൻസും ക്യാപിറ്റൽ മാർക്കറ്റിൽ നടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ മിനിമം കോസ്റ്റിൽ മിനിമം ടൈമിൽ നമുക്ക് അവിടെ ട്രേഡ് ചെയ്യാൻ സാധ്യമാകുന്നു. The next point is stabilization of the value of securities. A well-developed capital market comprising expert banks and non-banking intermediaries, which brings stability in the value of stock and securities. It does so by providing capital to the needy at a responsible interest rate and helps in minimizing speculative activities. And funds are provided at standard and minimum interest rate to the borrowers. The next point ആയിട്ട് നമ്മൾ പറയുന്നതാണ് stabilization of value of securities. സെക്യൂരിറ്റീസിന്റെ വാല്യൂ അല്ലെങ്കിൽ സെക്യൂരിറ്റീസിന്റെ വാല്യൂസിൽ ഒരു സ്റ്റെബിലിറ്റി ക്യാപിറ്റൽ മാർക്കറ്റ് മുഖേന സാധ്യമാകുന്നു. ക്യാപിറ്റൽ മാർക്കറ്റ് ഒരു റീസണബിൾ ഇൻട്രസ്റ്റ് റേറ്റ് ഉറപ്പുവരുത്തുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പല രീതിയിലുള്ള സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റീസും മിനിമൈസ് ചെയ്യാൻ സാധിക്കുന്നു. സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റീസ് മാർക്കറ്റിൽ നടക്കാനുള്ള, എസ്പെഷ്യലി ക്യാപിറ്റൽ മാർക്കറ്റിൽ നടക്കാനുള്ള ചാൻസസ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഒരു റീസണബിൾ ഇൻട്രസ്റ്റ് റേറ്റ് അവിടെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ക്യാപിറ്റൽ മാർക്കറ്റ്
സെക്യൂരിറ്റീസിന്റെ വാല്യൂസിനെ സ്റ്റെബിലൈസ് ചെയ്തുകൊണ്ട് പോകുന്നു. It provides standard and minimum interest rate to the borrowers. Capital market ഒരു മിനിമം ഇൻട്രസ്റ്റ് റേറ്റ് അവിടെ ഉറപ്പാക്കുന്നു. അതിന് മാത്രം ഫ്ലക്ച്വേഷൻസ് വരാതെ ക്യാപിറ്റൽ മാർക്കറ്റ് ഒരു സംരക്ഷണം നൽകുന്നു ബോറോവേഴ്സിന്. The next point is government rules and regulations. The capital market operates freely but under the guidance of government policies. These markets function within the framework of government rules and regulations. For example, stock exchange works under the regulation of SEBI, which is a government body. The next നമ്മൾ പറയുന്നതാണ് government rules and regulations. ക്യാപിറ്റൽ മാർക്കറ്റ്സ് വളരെ ഫ്രീ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. എന്നിരുന്നാൽ കൂടെ ഒരു ഗവൺമെന്റിന്റെ ഗൈഡൻസ് നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നു. ഗവൺമെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിനനുസരിച്ചിട്ടാണ് പലപ്പോഴും ക്യാപിറ്റൽ മാർക്കറ്റ് ഫങ്ഷൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് വിച്ച് വർക്ക് അണ്ടർ ദ റെഗുലേഷൻ ഓഫ് സെബി ഓർ ദ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചസിനെ റെഗുലേറ്റ് ചെയ്യുന്നത് സെബിയാണ്. സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നാണ് അതിൻ്റെ എക്സ്പാൻഷൻ വരുന്നത്. സോ ക്യാപിറ്റൽ മാർക്കറ്റിൽ നമുക്ക് റെഗുലേഷൻസ്, ഗവൺമെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാണാൻ സാധിക്കുന്നു. അതാണ് ലാസ്റ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. പ്രധാനമായിട്ട് നമ്മൾ നോക്കിയത് ക്യാപിറ്റൽ മാർക്കറ്റിന്റെ മീനിങ് എന്താണ്. നമുക്കറിയാം, ഒരു വർഷത്തിൽ കൂടുതൽ മെച്യൂരിറ്റി പീരീഡ് വരുന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ സിംപ്ലി ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കിയതായിരുന്നു ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫങ്ഷൻസ് എന്താണെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, ലിങ്ക് ബിറ്റ്വീൻ സേവേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. നമുക്കറിയാം, സേവിങ്സിനെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആക്കി മാറ്റാൻ ക്യാപിറ്റൽ മാർക്കറ്റ് വളരെ എസെൻഷ്യൽ ആണ്. സെക്കൻഡ് പോയിന്റ്, ഡീൽസ് ഇൻ ലോങ് ടേം ഫണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞതായിരുന്നു, ലോങ് ടേം ഫണ്ട്സ് ആണ് ക്യാപിറ്റൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്നത്. തേർഡ് വൺ, ക്യാപിറ്റൽ ഫോർമേഷൻ ഒരു പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ്. സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും തമ്മിൽ ഒരു ചാനലായിട്ട് ക്യാപിറ്റൽ മാർക്കറ്റ് ഫങ്ഷൻ ചെയ്യുന്നു. സോ അതുകൊണ്ട് തന്നെ സേവിങ്സിനെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആക്കാൻ ക്യാപിറ്റൽ മാർക്കറ്റ് മുഖേന സാധ്യമാകുന്നു. അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ക്യാപിറ്റൽ ഫോർമേഷൻ മാർക്കറ്റിൽ നടക്കാൻ ക്യാപിറ്റൽ മാർക്കറ്റ് എസെൻഷ്യൽ ആണ്. ഫോർത്ത് പോയിന്റ്, യൂട്ടിലൈസസ് ഇന്റർമീഡിയറീസ്. പലപ്പോഴും സർപ്ലസ് പാർട്ടീസും ഡെഫിസിറ്റ് യൂണിറ്റ്സും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിലുള്ള ഇന്റർമീഡിയറീസ് മുഖേനയാണ്. ഫോർ എക്സാമ്പിൾ, ബ്രോക്കേഴ്സ്. ഫിഫ്ത് പോയിന്റ്, ജനറേറ്റിംഗ് ലിക്വിഡിറ്റി. ക്യാപിറ്റൽ മാർക്കറ്റ് ലിക്വിഡിറ്റി ഉറപ്പ് നൽകുന്നു. നമ്മളുടെ കയ്യിൽ ഒരു ഷെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പണം ആവശ്യമായി വരുന്ന സന്ദർഭത്തിൽ നമുക്ക് ആ ഒരു ഷെയർ ക്യാപിറ്റൽ മാർക്കറ്റിൽ വിറ്റുകൊണ്ട് അതിനെ പണമാക്കി മാറ്റാൻ സാധിക്കുന്നു. ലൈക്ക്വൈസ്, സിക്സ് പോയിന്റ്, കണ്ടിന്യൂസ് അവൈലബിലിറ്റി ഓഫ് ഫണ്ട്സ്. ഇക്കോണമിയിൽ ഫണ്ട്സിന് ഒരു ഷോർട്ടേജും ഉണ്ടാകുന്നില്ല. ക്യാപിറ്റൽ മാർക്കറ്റ് മുഖേന അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് നന്നായി ഫങ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഫണ്ട്സിന്റെ അവൈലബിലിറ്റിക്ക് യാതൊരു തരത്തിലുള്ള ഷോർട്ടേജും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ട് വരില്ല. ദർ ഈസ് കണ്ടിന്യൂസ് അവൈലബിലിറ്റി ഓഫ് ഫണ്ട്സ്. അവിടെ സർപ്ലസ് യൂണിറ്റിൽ നിന്ന് ഡെഫിസിറ്റ് യൂണിറ്റിലേക്ക് ഫണ്ട് നല്ല രീതിയിൽ പ്രോപ്പർ ചാനൽ മുഖേന ക്യാപിറ്റൽ മാർക്കറ്റ് മുഖേന നമുക്ക് മാറ്റാൻ സാധിക്കുന്നു. സെവൻത് പോയിന്റ്, മിനിമൈസസ് ട്രാൻസാക്ഷൻ കോസ്റ്റ് ആൻഡ് ടൈം. പലപ്പോഴും ഇലക്ട്രോണിക് ബേസ് ചെയ്തുകൊണ്ടാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ വിത്തിൻ ലിമിറ്റഡ് ടൈമിൽ ലിമിറ്റഡ് കോസ്റ്റിൽ നമുക്ക് ട്രാൻസാക്ഷൻസ് പോസിബിൾ ആകുന്നു. എയ്റ്റ് പോയിന്റ്, stabilization of the value of securities. Value of securities.
അത് പ്രധാനമായിട്ടും നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് വെച്ചുകൊണ്ടാണ് പറയുന്നത്. സെക്യൂരിറ്റീസിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് അതിന് മാത്രം വൊളാറ്റൈൽ അല്ലാതെ അതിന് ഒരു സ്റ്റെബിലിറ്റി ക്യാപിറ്റൽ മാർക്കറ്റ് ഉറപ്പ് നൽകുന്നു. Then finally, government rules and regulations. ക്യാപിറ്റൽ മാർക്കറ്റ് വളരെ ഫ്രീ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഒരു മാർക്കറ്റാണ്. അറ്റ് ദ സെയിം ടൈം ഗവൺമെന്റ് റെഗുലേഷൻസ് നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നു. സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കൺട്രോൾ ചെയ്യുന്ന സെബി, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഇത്രയും നേരം ഈ ഒരു വീഡിയോ കേട്ട എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു.